അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ബാല്യകാല തമാശകൾ ഓർമ്മിക്കാനും ഓർമ്മിപ്പിക്കാനും ജീവിതാനുഭവങ്ങളിൽ നിന്ന് കീറിയെടുത്ത ഒരു ഏടാണ് എന്റെ കുമ്പളങ്ങി കഥകൾ എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. KV തോമസിന്റെ എന്റെ കുമ്പളങ്ങി കഥകൾ എന്ന പുസ്തകത്തിന്റെ 3ാം എഡിഷൻ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പ്രദേശത്തിന്റെ ജനങ്ങളുടെ ജീവിത രീതികൾ കഥകളിലൂടെ അനാവരണം ചെയ്യുകയാണ് KV തോമസ് മാഷിന്റെ എന്റെ കുമ്പളങ്ങി കഥകൾ. 4 ഞാൻ മന്ത്രിസഭയിൽ നിന്നും മാറി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ധാരാളം സമയമുണ്ടായപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ NN സത്യപ്രദനും TVR ഷേണായും സണ്ണിക്കുട്ടി എബ്രഹാം ഇവരൊക്കെയാണ് എന്നെ പ്രേരിപ്പിച്ച് മാഷൊന്ന് എഴുതിക്കൂടെ, പിന്നെ ഞാൻ നോക്കി തമാശ പറയും, ആ തമാശകളൊന്ന് എഴുതിക്കൂടെ എന്ന് വെച്ച് ഞങ്ങൾ കുമ്പളങ്ങി കഥകൾ, എൻ്റെ കുമ്പളങ്ങി കഥകൾ എന്ന പേര്, എൻ്റെ കുമ്പളങ്ങി എന്ന പേര്. എൻ്റെ കുമ്പളങ്ങി എന്ന് പറയാൻ കാരണം ഞങ്ങൾ ഈ കുമ്പളങ്ങി കഥകൾ എന്ന് എഴുതി എൻ്റെ മാനുസ്ക്രിപ്റ്റ് എൻ്റെ മൂത്ത സഹോദരനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കുമ്പളങ്ങിക്കാരെ വിറ്റ് നീ കാശൊന്നും ഉണ്ടാക്കണം, ഞങ്ങളെ കളിയാക്കി, അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ കുമ്പളങ്ങി എന്നെഴുതി. എൻ്റെ കൂടെ എൻ്റെ ഭാഗമാണ്. അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ബാല്യകാല തമാശകൾ ഓർമ്മിക്കാനും ഓർമ്മിപ്പിക്കാനും ജീവിതാനുഭവങ്ങളിൽ നിന്ന് കീറിയെടുത്ത ഒരു ഏടാണ് എന്റെ കുമ്പളങ്ങി കഥകളെന്ന് രാജ്യസഭാംഗവും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ MA ബേബി പറഞ്ഞു. പുസ്തകത്തിന്റെ 3ാം എഡിഷൻ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ MA ബേബി. ടൂറിസ്റ്റ് ഭൂപടത്തിൽ തന്നെ ഇടം പിടിച്ച കുമ്പളങ്ങിയെ, അതിൻ്റെ സംസ്കാരത്തെ ഭാവി തലമുറകൾക്ക് വേണ്ടി കൂടി തോമസ് മാഷ് ഈ പുസ്തകങ്ങളിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മൂല്യവത്തായ ഒരു പ്രവൃത്തിയാണ് തോമസ് മാഷ് നടത്തിയിട്ടുള്ളത്. അതിന് അദ്ദേഹത്തെ അനുമോദിക്കുന്നു. ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാളിൽ നടന്ന ചടങ്ങിൽ MLA KJ മാക്സി അധ്യക്ഷത വഹിച്ചു. മാഷ് അതിന് തയ്യാറായപ്പോൾ സന്തോഷമുണ്ട്. മാഷിൻ്റെ ബുക്ക് എല്ലാം വായിക്കാൻ പറ്റുന്നതും കുറച്ച് വായിച്ചപ്പോൾ കുമ്പളങ്ങിയിലെ ആ നവോത്ഥാന കാലഘട്ടത്തെ പറ്റിയും ഓരോ കാലഘട്ടത്തെ പറ്റിയും അതോടൊപ്പം തന്നെ കുമ്പളങ്ങിയിലെ ജനങ്ങളുടെ ജീവിതങ്ങൾ, ആ ജനജീവിതമാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കുമ്പളങ്ങി ഗ്രാമം ലോകത്തെ അറിയാൻ വേണ്ടിയിട്ട് പ്രധാന പരിശോധിച്ചിട്ടുള്ളത് മാഷാണ്. മാഷ് പിന്നീട് അവിടെ നിന്ന് മാഷ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നെ തേവര കോളേജിലേക്ക് പോയി പഠിക്കാൻ വന്നു. പിന്നെ അവിടുത്തെ പ്രൊഫസറായി മാറി മാഷ് രാഷ്ട്രീയത്തിലേക്ക് വന്ന് MP ആയി മന്ത്രിയായി അങ്ങനെയൊക്കെ പോയിക്കൊരു ഘട്ടത്തിൽ മാഷ് ഗ്രാമത്തെ മറന്നില്ല. നെതർലാൻഡ് മുൻ അംബാസിഡർ വേണു രാജാമണി പുസ്തകം ഏറ്റുവാങ്ങി. ആൾക്കാരെ കരയിപ്പിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, എന്നാൽ അവരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. തോമസ് മാഷ് ഈ പുസ്തകത്തിലൂടെ അച്ചീവ് ചെയ്യുന്നത്, നമുക്കെല്ലാവർക്കും നൽകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ ഒരു കഴിവാണ്. സണ്ണിക്കുട്ടി എബ്രഹാം പുസ്തകം പരിചയപ്പെടുത്തി. മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, VP ശ്രീലൻ, പ്രണത ബുക്സ് പബ്ലിഷർ ഷാജി ജോർജ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആർട്ട് ഡയറക്ടറും ചലച്ചിത്ര പ്രവർത്തകനുമായ ആർട്ടിസ്റ്റ് അമ്പിളിക്കും സുരേഷിനും ആദരവ് നൽകി. കഥകൾ 3ാമത്തെ വോളിയമാണ്, 8ാമത്തെ. കുമ്പളങ്ങിയിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതാണ് ഈ രചനകളുടെ വന്നത്. ഞാനിന്ന് ഇവിടെ പ്രസംഗിച്ചപ്പോൾ വിട്ടുപോയ ഒരു കാര്യമാണ് എൻ്റെ പുസ്തകത്തിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരമ്മയുടെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ചില വാക്കുകളുണ്ട്. സ്വന്തം മകനെ 15 വർഷം മുമ്പ് രാഷ്ട്രീയ ഏറ്റുമുട്ടൽ അവർക്ക് നഷ്ടപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട ആളുകളെ ശിക്ഷിക്കുന്നു. അമ്മ പറയുകയാണ്, എനിക്കെൻ്റെ മകനെയാണ് നഷ്ടപ്പെട്ടത്, മറ്റുള്ളവർ ശിക്ഷിക്കപ്പെട്ടതിൽ അവർ ജീവിക്കുകയാണ്. ഞങ്ങൾ കുമ്പളങ്ങിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, ശക്തമായി. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് 2 പാർട്ടിയേ ഉള്ളൂ. ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മറ്റൊന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്ന് ഏതെങ്കിലും ക്രൈസ്തവ സമൂഹത്തിലെ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടെങ്കിൽ അവർ ഭരിച്ചാൽ ശവക്കോട്ടയിൽ അടക്കത്തില്ല, അത്ര എതിർപ്പുണ്ട്.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹക്കോ ലേക്ക് വ്യൂ, കല്ലഞ്ചേരി, കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റ് പ്രവർത്തന സമയം 4 PM to 10 PM. 400ഓളം പേർക്ക് ഇരിക്കുവാൻ സൗകര്യപ്രദമായ ഹാൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്നു.